ചൂട് പൊതിച്ചോടും മുട്ടയുണ്ട്, ചോറുണ്ട്, എഴുക്കട്ടിയുണ്ട്, അതിന് കൂട്ടത്തിൽ നല്ല ചൂട് കരിമീൻ പൊള്ളിച്ചത് അന്തസ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കരിമീൻ പൊള്ളിച്ചതാണ്. സോ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വലിയ ആഡംബരമായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ സാധനങ്ങളൊന്നുമില്ല. സോ നമുക്ക് ഉണ്ടാക്കാനായിട്ട് 2 കരിമീനാണ് എടുത്തിരിക്കുന്നത്. ഈ കരിമീനകത്ത് നമ്മൾ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇത്ര വെച്ചൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് മീനകത്തോട്ട് ഡീപ്പ് കട്ട്സ് എടുക്കണം. ഡീപ്പ് കട്ട്സിനകത്തോട്ട് നമ്മൾ മസാല ഇങ്ങനെ തേച്ച് പുരട്ടി വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റത്തോളം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഇതിന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിയർലി 80-85% ഫ്രൈ ചെയ്തെടുക്കും. സോ എടുക്കുക. സോ നമ്മൾ ഇനി കഴിഞ്ഞ് വറക്കാൻ പോവുകയാണ്. സോ ഇതിന് ഞാൻ ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നോൺ സ്റ്റിക്കിനകത്ത് വേണമെങ്കിൽ ഉണ്ടാക്കുന്നതാണ്. ചട്ടി ഒന്ന് ചൂടാവുന്ന നേരം കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. ചട്ടി ഓൾറെഡി ഒന്ന് പെയിൻറ്റഡ് ആയിരുന്നു. സോ നമ്മൾ ഇതിനകത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. സോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ മീനെടുത്ത് അതിനകത്തിട്ട് വറക്കുക. അപ്പോൾ നമ്മളിപ്പം ഒരു കരിമീനെടുത്ത് വറക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ മീൻ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചും കൊള്ളും ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് മൊരിഞ്ഞ് കൂടി പോയി, ഇത്രയും മൊരിയേണ്ട ആവശ്യം നമുക്ക് 80% ആയാലും മതി. ഇതാണെങ്കിൽ വേറെ ടേസ്റ്റും മറ്റേതാണെങ്കിൽ വേറൊരു ഫ്ലേവറും കൂടെ ആയിട്ടും ഒരു മീറ്റിൻ്റെ ഫ്ലേവർ. ഇതാണ് നല്ല ഫ്രൈ ചെയ്ത ഇതായിരിക്കും. ഞങ്ങൾക്ക് പേഴ്സണലി ഇതാണ് ഇഷ്ടം. സോ ഇതൊരു ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റത്തോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിത് മാറ്റി വെച്ചാൽ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ സവാള അങ്ങനെ സാധനമൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സവാള അല്ലെങ്കിൽ ചെറിയുള്ളിയാണ്. ഇതൊരു 10-15 ചെറിയുള്ളി ചെയ്തിട്ട് അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. പുളി വെള്ളത്തിൽ കലക്കി വെച്ചേക്കുവാണ്. പിന്നെ 2 തക്കാളി, പിന്നെ 2.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 7-8 വെളുത്തുള്ളി കുരുമുള ചോപ്പ് ചെയ്തത്. സോ ഇത്രയാണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. സോ നമ്മൾ അടുത്ത മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് മസാല ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് കാണാം. സോ ഇതിലോട്ട് തീ ലോ ഫ്ലെയിമിലാക്കി ഇടേണ്ടത്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇതൊരു 30 സെക്കൻഡോളം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ആ സെയിം എണ്ണയാണ്, നമ്മൾ മീൻ വറുത്ത അതേ എണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഫ്ലേവർ വരത്തുള്ളൂ ഗ്രേവിക്കകത്ത്. സോ ഇതൊരു ഏകദേശം ഒരു 30 സെക്കൻഡോളം മൂത്തിട്ടുണ്ട്. സോ നമുക്കിതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ഇടുന്നതാണ്. ഇതൊന്ന് വാടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പും ഇടുന്നതാണ്. അപ്പോൾ ഏകദേശം ഇത്ര ഇട്ടിട്ടുണ്ട്. കറിക്കകത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പില്ലെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ എന്നിട്ട് ഇതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. സമയം എടുത്ത് വഴറ്റിയെടുത്താൽ മാത്രമേ ഇതിന് ടേസ്റ്റ് എടുത്തുകയുള്ളൂ. സോ അതൊന്ന് ശ്രദ്ധിക്കുക. സോ നമുക്ക് വാടിയിട്ട് ബാക്കി നോക്കാം. സോ നമ്മുടെ ചെറിയുള്ളി ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നല്ല ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. സോ ഇതിലോട്ട് നമ്മൾ നമ്മുടെ മസാലകൾ ഇടാൻ പോവുകയാണ്. സോ നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് മുളക് പൊടിയാണ്. ഇച്ചിരി സ്പൈസി ഡിഷാണ്. സോ ഏകദേശം 1-1.25 ടീസ്പൂൺ മുളക് ഇട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയല്ല. സോ കാശ്മീരി മുളക് ഉള്ളവർ കൂടുതൽ എടുക്കുക. പിന്നെ ഒരു ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന്. നമ്മൾ മീൻ വറുത്തപ്പനും കുരുമുളക് പൊടി വെച്ചാണ്. സോ ഒരു കുറച്ച് ഏകദേശം ഒരു ടീസ്പൂൺ കാണുമായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഇവിടെ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്ന്
ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. സോ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണമായിട്ടുണ്ട്. സോ ഇതിലോട്ട് നമ്മൾ മുമ്പേ ചോപ്പ് ചെയ്ത് വെച്ച 2 തക്കാളിയാണ് ഇടുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതും ഏകദേശം തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഒന്ന് ഉടഞ്ഞ് വരുന്ന വരെ ഒന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കുക. മസാലയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. സോ ഇതോടെ നമ്മൾ ഇത് പിഴിപ്പുളി എന്നൊക്കെ പറയും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുമായിരുന്നു. സോ നമ്മൾ കുരു വീഴാതെ അതിനകത്ത് ഒഴിക്കുക. ഇത്രയും പുളി ഒഴിക്കുന്നുള്ളൂ ഞാനിപ്പോൾ. സോ ഇനി നമ്മളിതും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ല വഴണ്ട് ഡ്രൈ ആയി വരണം. ഈ പുളിയൊക്കെ ഈ മസാലയ്ക്കകത്ത് പിടിച്ചാൽ മാത്രമേ ആ ടേസ്റ്റ് ഇടുകയുള്ളൂ. സോ കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് സ്റ്റിർ ഡൗൺ ചെയ്തെടുക്കാം. സോ നമുക്കിതിന് വേണ്ടി നമ്മുടെ വാഴയില ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇതിനകത്താണ് മീൻ വെച്ച് അവസാനം പൊള്ളിക്കാൻ പോകുന്നത്. സോ നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുക. സോ അത് ഏതാണ്ട് നല്ല രീതിയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. സോ നമുക്കിതിനകത്ത് മീൻ ഫ്രൈ ചെയ്തിട്ട് മസാല വരട്ടിയിട്ട് അത് വെച്ച് ഒന്നുകൂടി സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം വഴറ്റിയെടുത്ത ഒരു മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്ത മസാലയാണ്. സോ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് ഈ വെറ്റ്നെസ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ മസാല എടുത്ത് മീനത്തെ പുരട്ടി വാഴയിലേക്കകത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാൻ പോകുന്നതാണ്. സോ ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് ബാക്കിയാണ്. സോ നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. സോ ഇതിന് നമ്മൾ മീനിലോട്ട് എടുത്ത് വെക്കാൻ പോവുകയാണ്. സോ നമ്മൾ നമ്മുടെ വാഴയില എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല സ്പ്രെഡ് ചെയ്യുക. ഇനി നമ്മുടെ നല്ല ചൂട് പോയി വയ്ക്കുക. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് അടുത്തൊരു ലെയർ മസാലകളിലൊന്നും ഇടുക. സോ ഇതാണ് നമ്മുടെ ഇനി നമ്മൾ റോൾ ഉണ്ടാക്കണം. സോ നമുക്ക് എന്നിട്ടത് ഇവിടെ മാറ്റി വയ്ക്കാം. സോ നമ്മൾ വാഴയിലയിൽ 3 മീനും പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. സോ നമ്മളിത് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. നമ്മൾ സെയിം ചട്ടിക്കകത്ത് തന്നെ നമ്മളൊന്ന് ചൂടാക്കാൻ വേണ്ടി വയ്ക്കും. സോ ചട്ടി ചൂടായിട്ട് നമുക്കൊന്ന് മീനെടുത്ത് അങ്ങോട്ട് വയ്ക്കാം. നമ്മൾ മീനെ ചൂടാക്കാൻ പൊള്ളിക്കാൻ പോവുകയാണ്. സോ നമ്മൾ ഇങ്ങനത്തെ മീനെടുത്ത് ഇതിലോട്ട് ഇങ്ങനെ വെച്ച് ഇത് നമ്മൾ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരത്തേക്ക് വയ്ക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം മുളക്കരുത്. സോ നമ്മുടെ ഒരു സൈഡ് നമ്മൾ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ചിടുക. ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളമാണ് ഞാൻ ഇട്ടത്. അപ്പോൾ വാഴ നല്ല ഇങ്ങനെ മൊരിഞ്ഞ് വരും. നമ്മൾ അപ്പർ സൈഡ് കണക്ക് തന്നെ ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് പുഴുങ്ങിയെടുക്കുക. സോ ഏകദേശം 5 മിനിറ്റോളം 2 സൈഡും ആവി കയറ്റി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പുകയൊക്കെ വരുന്ന സാധനം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. സോ മൊത്തം നോക്കാം. നല്ല മൊരിഞ്ഞ് നല്ല മസാലയൊക്കെ പുരണ്ട നല്ല സൂപ്പർ കരിമീൻ.
സോ നമ്മുടെ കരിമീൻ നല്ല പുളിയും നല്ല എരിയുണ്ട് കേട്ടോ. സ്പൈസിനെസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റേണ്ടതാണ്. നമ്മൾ സ്പൈസി ആയിട്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മസാലയും മുളക് പൊടിയൊക്കെ ഇട്ടത്. ഇതാകൊള്ളാം, നല്ല വെന്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.